ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു മിനി സ്റ്റഡി വ്ളോഗാണ്. ഇതൊരു ക്ലാസ് ഇല്ലാത്ത ഡെയിലി ഒരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വിചാരിച്ചു മാത്സ് പഠിക്കാമെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് മിഡ് ടേം എക്സാം ആവാറായി. ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷാണ്, അത് കഴിഞ്ഞിട്ട് മാത്സ്. അപ്പം ഞാൻ വിചാരിച്ചു മാത്സ് പഠിക്കാം. അപ്പോൾ ഇതൊരു എൻ്റെ ഒരു ഫോർമുല ബുക്കാണ്. ഇതിനകത്തിപ്പോൾ പഠിപ്പിച്ച് ഞങ്ങൾക്കൊരു 5 ചാപ്റ്ററോളം ഫിനിഷ് ആയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഫോർമുലാസ് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു NCERT സോൾവ് ചെയ്യാമെന്ന്. ഇത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ NCERT ആണ് ഞാൻ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറിയാം, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ ഫോർമുലാസ്, സൈൻ്റെ, കോസിൻ്റെ, ടാൻ്റെ ഒക്കെ കുറേ ഫോർമുലാസ് ഉണ്ട്. അപ്പം അതെല്ലാം ഓർത്തിരുന്ന് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ അത് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എക്സാം ആയതുകൊണ്ടാണ് കറക്റ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ പഠിക്കുന്ന അതിൻ്റെയൊക്കെ തിരക്ക് കാരണം എന്തെങ്കിലും എക്സാം കഴിയുമ്പോൾ ഞാൻ റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കമൻറ്റ് ഇടണം. ആരും കമൻറ്റ് ഒന്നും ഇടുന്നില്ല. വീഡിയോസ് കാണുന്നവരെല്ലാം ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ഇംഗ്ലീഷിൻ്റെ എക്സാമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് ഞാൻ കുറച്ചൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ മാത്സ് നോക്കിയിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് ഒന്നുകൂടെ നോക്കാം എന്ന് വിചാരിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്ന് ഫുള്ള് രാവിലെ മാത്സ് മാത്രമേ നോക്കിയുള്ളൂ. അത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി മാത്രമേ നോക്കിയുള്ളൂ. ആ ചാപ്റ്റർ കുറച്ച് എനിക്കൊരു ഇതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചാപ്റ്റർ മൊത്തത്തിൽ നോക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് ഇത് ഈവനിങ് ആയി, ഒരു 5:30 ഒക്കെ കഴിഞ്ഞ ടൈമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഇംഗ്ലീഷിൻ്റെ എക്സാം ആണല്ലോ, ഇംഗ്ലീഷ് നോക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷ് നോക്കാമെന്ന്. അപ്പം ഞാൻ റൈറ്റിംഗ് സെക്ഷനാണ് എടുത്തത്. ഞാൻ റൈറ്റിംഗ് സെക്ഷനാണ് നല്ലപോലെ നോക്കാഞ്ഞത്. ലിറ്ററേച്ചർ ഓൾമോസ്റ്റ് എല്ലാം നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ റൈറ്റിംഗ് സെക്ഷൻ വിചാരിച്ചു ഗൂഗിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് വായിച്ചൊക്കെ നോക്കാമെന്ന്. ഇംഗ്ലീഷ് ആയതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാമല്ലോ. മാത്സാണ് പേടി. മാത്സ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം നല്ലപോലെ നോക്കണം മാത്സ്. പിന്നെ ബാക്കി എല്ലാവർക്കും നിങ്ങൾക്കെല്ലാം എക്സാം ആണോ, എത്രയാണ് പഠിക്കുന്നത്, എല്ലാം കമൻറ്റ് ഇടണം എല്ലാവരും. പിന്നെ മാക്സിമം മോട്ടിവേഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം, ഷോർട്സ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എക്സാമിൻ്റെ ഒരു ഇത് കാരണം അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ ഈ ചെറിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും ഞാൻ കുറച്ചുകൂടെ വലിയ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പം ഇത് 12th ഫസ്റ്റ് എക്സാമാണ്. അപ്പോൾ ഞാൻ മാക്സിമം കൊടുത്ത് പഠിക്കാൻ ട്രൈ ചെയ്യുവാണ്. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആവുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ഇടണം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.